നമ്മൾ ക്വസ്റ്റ്യൻസിലേക്ക് വരാം. നമ്മളോട് ഇവിടെ തന്നിരിക്കുന്നത് ആവറേജ് സ്പീഡാണ്. ആദ്യം ഒന്ന് സ്പീഡിനെ കുറിച്ചുള്ള ഒരു ഇത് നമ്മൾ അതിനെക്കുറിച്ച് ഒരു കൃത്യമായിട്ട് ഒരു ബോധം ഉണ്ടാക്കി വെക്കാം. സ്പീഡ് എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ഒരു കാർ എടുത്ത് പോവുകയാണെങ്കിൽ എൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് ഞാൻ എത്ര ഡിസ്റ്റൻസ് സഞ്ചരിച്ചു, ഇത്ര ടൈമിൽ എത്ര ഡിസ്റ്റൻസ് സഞ്ചരിച്ചു, കുറച്ച് ടൈം ഞാൻ എത്ര ടൈമിൽ എത്ര ഡിസ്റ്റൻസ് സഞ്ചരിച്ചു എന്ന് പറയുന്നതാണ് സ്പീഡ്. ഒരു ഒരാളുണ്ടെന്ന് വിചാരിക്കാം, എക്സ് എന്ന് പറഞ്ഞ ആള്, അയാളുടെ സ്പീഡ് എന്ന് പറയുന്നത് അയാള് 150 കിലോമീറ്റർ ആണ് സഞ്ചരിച്ചത്. എടുത്ത ടൈം എന്ന് പറയുന്നത് 10 മിനിറ്റാണ്, അവിടെ 10 അവറാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ സ്പീഡ് എന്ന് പറയുന്നത് ഈ രണ്ട് 10 വെട്ടിയിട്ട് 15 സ്പീഡ്. ഓക്കെ, 15 km/h ആണ് സ്പീഡ് എന്ന് പറയുക. ഈ കോൺസെപ്റ്റ് ആണ് ആദ്യം ക്ലിയർ ചെയ്യേണ്ടത്. എപ്പോൾ ആ സ്പീഡ് കൂടുക എന്ന് ചോദിച്ചാൽ, ഒന്നെങ്കിൽ നമ്മൾ സഞ്ചരിക്കുന്ന ഡിസ്റ്റൻസ് കൂടുതലാവുക. ഇത് കൃത്യമായി ഓർമ്മ വേണേ. നമ്മൾ ന്യൂമറേറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്, ഡിനോമിനേറ്റർ ആണ് ടൈം വരുന്നത്. അപ്പൊ ന്യൂമറേറ്റർ എത്ര കൂടുന്നോ അത്രയും നമ്മുടെ സ്പീഡ് കൂടും, ഡിനോമിനേറ്റർ എത്ര കുറയുന്നോ അത്രയും സ്പീഡ് കൂടും. അതാണ് ഓർത്ത് വെക്കേണ്ടത്. ഒരു ഉദാഹരണം കൂടി കാണിച്ചു തരാം. ഇവിടെ നമ്മുടെ സ്പീഡ് നോക്കിക്കോ. നമ്മൾ 150 കിലോമീറ്റർ ആണ് പോകുന്നത്. ന്യൂമറേറ്റർ കൂടുന്നതിന്റെ ഒരു ഉദാഹരണം പറയുന്നത്, 10 കിലോമീറ്റർ തന്നെയാണ്, 10 ഹവേഴ്സ് തന്നെയാണ് യാത്ര ചെയ്യുന്നത്. അപ്പൊ ഇവിടുത്തെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 18 കിലോമീറ്റർ ആണ്. 18 കിലോമീറ്റർ ആണ് വരിക. സ്പീഡ് കൂടിയില്ല, ആദ്യത്തേനേക്കാളും സ്പീഡ് ഇവിടെ കൂടി. ഇനി ടൈം മാറുന്നതിന്റെ ഇതാ പറയുന്നത്, 150 കിലോമീറ്റർ തന്നെയാണ് യാത്ര ചെയ്യുന്നത്, ബട്ട് എടുത്ത ടൈം എന്ന് പറയുന്നത് 5 അവേഴ്സ് ആണെന്ന് വിചാരിക്കാം, 5 അവേഴ്സ് ആണ്. എങ്ങനെയാണ് സ്പീഡ് എന്ന് പറയുന്നത്? 30 സ്പീഡ് വരിക. ഈ കോൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ ഒന്ന് പറയണേ, ഒന്ന് പറ, യെസ് ഓർ നോ. കോൺസെപ്റ്റ് ക്ലിയർ ആണോ ഇല്ലേ? അത് സ്പീഡ് കണ്ടെത്താനുള്ള ഒരു ഇക്വേഷൻ, അതിന്റെ കോമൺ ലോജിക് ആണ്, അത് ഇക്വേഷൻ രൂപത്തിൽ ഒന്ന് എഴുതിയതാണ്. അതൊന്ന് ഡിനോട്ട് ചെയ്ത് വെക്കണം നിങ്ങളെ മെറ്റീരിയൽ. ക്ലിയർ ആയി സാർ. ഓക്കെ, ഇനി ഇതേ ക്വസ്റ്റ്യൻ ഇതിൽ തന്നെ നമ്മൾ എത്ര ഡിസ്റ്റൻസ് സഞ്ചരിച്ചു എന്ന് കണ്ടെത്തണം. അത് കണ്ടെത്താൻ ഒന്നുമില്ല, എപ്പോഴും ഡിനോമിനേറ്ററിലുള്ള ഒരു സാധനം, സോറി ന്യൂമറേറ്ററിലുള്ള ഒരു സാധനം കണ്ടെത്താനാണ് ചോദിക്കുന്നതെങ്കിൽ, ഇവിടെ ഡിവിഷൻ ആണല്ലോ ഉള്ളത്, ഡിവിഷൻ ആണുള്ളത്. ന്യൂമറേറ്ററിലുള്ള സാധനം എന്ന് പറയുന്നത് വലിയ സാധനമായിരിക്കും. ഡിവിഷൻ ആണ് നമ്മളതെങ്കിൽ ന്യൂമറേറ്ററിലുള്ള സാധനം കണ്ടെത്താൻ ബാക്കി രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക വേണ്ടത്, S × T മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ന്യൂമറേറ്ററിലുള്ള ഒരു സാധനം കണ്ടുപിടിക്കാൻ ചോദിക്കുന്നെങ്കിൽ, ഡിവിഷൻ തന്നിട്ട് ന്യൂമറേറ്ററിലുള്ള ഒരു സാധനമാണ് കണ്ടുപിടിക്കാൻ ചോദിക്കുന്നുണ്ടെങ്കിൽ ഡിവിഷൻ ചെയ്യാം. ഇനി അതേ സമയത്ത് ഡിനോമിനേറ്ററിലുള്ള സാധനം കണ്ടുപിടിക്കാൻ ചോദിക്കുന്നെങ്കിൽ അത് ചെറിയ സാധനമായിരിക്കും. സോ അതിനെന്താ ചെയ്താൽ മതി, ഡിവിഷൻ തന്നെ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ടി ആ കണ്ടുപിടിക്കാൻ പറയുന്നുണ്ടെങ്കിൽ അല്ല, ഡി ഇവിടെ തന്നെ ഉണ്ടായിരിക്കും, മുകളിൽ തന്നെ ഉണ്ട്, D/S. ഇത്രയേ ഉള്ളൂ. ഈ ടീനെ അങ്ങോട്ടേക്ക് ഇടും, എസിന് ഇങ്ങോട്ടേക്ക് ഇടും, അത്രേ ഉള്ളൂ. ഇതും ക്ലിയർ ആണോ? കോമൺ ലോജിക് ആണ്. യെസ് സാർ. ഒരു ഡിസ്റ്റൻസ്, ഞാൻ എത്ര ഡിസ്റ്റൻസ് സഞ്ചരിച്ചു എന്ന് പറയുന്നത്, കോമൺ ലോജിക് എന്ന് പറയുന്നത് കോമൺ ലോജിക് ആണ്. ഞാൻ എത്ര ഡിസ്റ്റൻസ് സഞ്ചരിച്ചു എന്ന് പറയുന്നത്, ഞാൻ എത്ര സ്പീഡിലാണ് പോകുന്നത്, 150 സ്പീഡിലാണ് പോകുന്നത്, എത്ര അവർ പോയി, അതാണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ എത്ര സ്പീഡിൽ പോകുന്നു, അത് എത്ര ടൈം പോയി എന്നുള്ളതാണ് സ്പീഡ്. അതാണ് മൾട്ടിപ്ലൈ ചെയ്തത്. ടൈം എന്ന് പറയുന്നത് ഞാൻ എത്ര കിലോമീറ്റർ പോയി, അത് എത്ര സ്പീഡിൽ പോയി, അത് ഡിവിഷൻ ചെയ്താൽ കിട്ടുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇവിടുത്തെ ഒന്ന് ടേബിൾ നോക്കുക. ടേബിളിൽ തന്നിരിക്കുന്നത് ആവറേജ് സ്പീഡാണ്. അപ്പോൾ ഒരു ദിവസം കുറേ യാത്ര ചെയ്തിട്ടുണ്ട്, മൺഡേ തന്നെ കുറേ യാത്ര ചെയ്തിട്ടുണ്ട്. എന്താണ് ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ? ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് സിമ്പിളായിട്ട്, ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ്
ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. അതാണ് ആവറേജ് സ്പീഡ്. അപ്പോൾ നമ്മൾ ഒരു ദിവസം എത്ര ടോട്ടൽ ടൈം ആണ്? ടോട്ടൽ ടൈം. അപ്പോൾ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ഞാൻ ഒരു ദിവസം എത്ര ഇത് യാത്ര ചെയ്തു, എത്ര കിലോമീറ്റർ യാത്ര ചെയ്തു, എത്ര സമയം യാത്ര ചെയ്തു, അതാണ് പറയുന്നത്. ഇവിടെ തന്നിരിക്കുന്ന അങ്ങനെയാണ്. മൺഡേ കുറേ യാത്ര ചെയ്തിട്ടുണ്ട്, ബട്ട് ആ മൺഡേന് ആവറേജ് സ്പീഡ് എടുത്തത് നമ്മൾ. മൺഡേയിൽ യാത്ര ചെയ്ത എല്ലാ സ്പീഡും കൂട്ടി ഡിവൈഡഡ് ബൈ എത്ര അവർ യാത്ര ചെയ്തു, അതാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ ടേബിളിൽ കുറച്ച് ഏരിയാസ് മിസ്സിംഗ് ആണ്. ടേബിളിൽ കുറച്ച് ഏരിയാസ് മിസ്സിംഗ് ആണ്. ആ മിസ്സിംഗ് നമ്മൾ ആവശ്യത്തിന് ക്വസ്റ്റ്യൻസ് വായിക്കുന്നതിന്റെ ആവശ്യത്തിനനുസരിച്ചിട്ട് മാത്രം കണ്ടെത്തിയാൽ മതി. ആദ്യം അത് ഫുൾ ചെയ്യാൻ നിൽക്കരുത്. നമ്മൾ എക്സാം ഹാളിൽ ഫുൾ ടൈം അങ്ങ് പോകും. ഇപ്പൊ ഇവിടെ ആവറേജ് സ്പീഡാണ് തന്നിരുന്നത്, കൃത്യമായിട്ട് മേലെ ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് സ്പീഡിനെ കുറിച്ച് മനസ്സിലായി, ആവറേജ് സ്പീഡിനെ കുറിച്ച് മനസ്സിലായി. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ തന്നിരിക്കുന്നത് ട്രെയിൻ ബി ആണ്. അപ്പൊ അത് ആദ്യം ഒന്ന് നോട്ട് ചെയ്യാം. ട്രെയിൻ ബി കവേഴ്സ് ടോട്ടൽ ഡിസ്റ്റൻസ് ആ തന്നിട്ടുള്ളത് 3400 ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്തിട്ടുള്ളത്. ഡ്യൂറിങ് ഓൾ 6 ഡേയ്സ്, ഈ എല്ലാ ദിവസവും കൂടിയിട്ടാണ് 3400. അപ്പോൾ മൺഡേ ടു സാറ്റർഡേ വരെയുള്ള എല്ലാ ദിവസവും കൂടിയിട്ട് 3400. അതിനുവേണ്ടി എടുത്ത ടൈം, ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 40 hours ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ട്രെയിൻ ബിന്റെ മൊത്തത്തിലുള്ള സ്പീഡ് നമുക്ക് കണ്ടുപിടിക്കാം. അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ കണ്ടുപിടിക്കണോ. നമുക്കിവിടെ മൊത്തത്തിലുള്ള സ്പീഡ് ചോദിച്ചിട്ടില്ല. നമുക്കിവിടെ മൊത്തത്തിലുള്ള സ്പീഡ് ഇവിടെ കിട്ടി. ട്രെയിനിന്റെ മൊത്തത്തിലുള്ള ഡിസ്റ്റൻസ് കിട്ടി. അതെല്ലാം മൊത്തത്തിലുള്ള ഹവേഴ്സും കിട്ടിയിട്ടുണ്ട്. പോയിന്റ് ക്ലിയർ ആണല്ലോ. മൊത്തത്തിലുള്ള ഡിസ്റ്റൻസ് കിട്ടിയിട്ടുണ്ട്, മൊത്തത്തിലുള്ള ഹവേഴ്സ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളോട് ചോദിക്കുന്നത് ദെൻ ആവറേജ് സ്പീഡ് ഓഫ് ദിസ് ട്രെയിൻ ഡ്യൂറിങ് 6 days. ഇതിന്റെ ആവറേജ് സ്പീഡ്, ഇത് മാറിപ്പോയതാണ്. 6 days ഈസ് 6 ദിവസം ഒന്നിച്ചിട്ട് എടുത്താൽ ഈസ്, ഇത് കഴിഞ്ഞിട്ട് ഇവിടത്തേക്ക് വായിക്കണേ, ഈസ് പെർസെൻറ്റേജ് ലെസ് ദാൻ ആവറേജ് സ്പീഡ് ഓഫ് മൺഡേ. അപ്പൊ നമ്മൾ മൊത്തത്തിലുള്ള ആവറേജ് സ്പീഡ് എടുക്കാം. ആവറേജ് സ്പീഡ് കണ്ടെത്താനുള്ള ഇത് ആവറേജ് സ്പീഡ് നമുക്ക് കിട്ടേണ്ടത് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ടോട്ടൽ ഡിസ്റ്റൻസ് ഇവിടെ തന്നിട്ടുണ്ട്, ടോട്ടൽ ടൈമും തന്നിട്ടുണ്ട്. അത് ഡിവിഷൻ ചെയ്താൽ മതി. 3400 ഇവിടെ തന്നിട്ടുണ്ട്. ടൈം എത്രയാ? ഒന്ന് ഇത് പറഞ്ഞോട്ടെ, ടൈം ഒന്ന് പറഞ്ഞോട്ടെ. 40 അല്ലേ? ഓക്കെ, 0 കട്ട് ചെയ്തു. നമുക്കറിയാം 34 എത്ര പ്രാവശ്യം 4 പോകും? 34 എത്ര പ്രാവശ്യം 4 പോകും? 32 വരെയാണ് പോവുക. 32 എന്ന് പറയുന്നത് 8 ആണ്. അപ്പൊ 34-ന് 32 പോയാൽ ബാക്കിയുള്ളത് 2 ആണ്. ഇവിടെ ഒരു 0 ബാക്കിയുണ്ട്, 20. 20-ൽ 4 എത്ര ടൈംസ് പോവും? 85 ടൈംസ് ആണ് പോവുക. 5 ടൈംസ് ആണ് പോവുക, 85. ഇത് ക്ലിയർ ആണോ? ആവറേജ് സ്പീഡ് നമുക്ക് 85 കിട്ടിയത് ക്ലിയർ ആണോ? ഓക്കെ. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കിയേ. ഡാഷ് പെർസെൻറ്റേജ് ലെസ് ദാൻ ഡാഷ് പെർസെൻറ്റേജ് സ്പീഡ് ഓഫ് ട്രെയിൻ. നമ്മളിവിടെ 85 ആണ് ഉള്ളത്. ഇത് ലെസ് ദാൻ മറ്റേതൊക്കെ ചോദിച്ചാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മൺഡേയിലുള്ള സ്പീഡാണ് ചോദിച്ചിട്ടില്ല. ഇതേ ട്രെയിനിന്റെ മൺഡേയിലുള്ള സ്പീഡ് 88 ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ലെസ് ദാന് മോർ ദാൻ ഒക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഡിസ്റ്റൻസ് എടുക്കുക. അപ്പൊ 85 ന്യൂമറേറ്ററിൽ കൊടുക്കാൻ ഡിസ്റ്റൻസ് എടുക്കണ്ടേ. അപ്പൊ 85 മൈനസ് നമുക്ക് ഇവിടെ കിട്ടിയ ആവറേജ്, മൊത്തത്തിലുള്ള ആവറേജ് 88 മൈനസ് 85 ഡിവൈഡഡ് ബൈ ഏതിനേക്കാളെന്ന് ചോദിച്ചേ? മൺഡേയിലുള്ള സ്പീഡിനേക്കാളെന്ന് ചോദിച്ചേ. അപ്പൊ 88-നെ കൊണ്ട് തന്നെയാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ ലെസ് ദാന്റെ ശേഷം വരുന്നതാണ് ഡിനോമിനേറ്ററിൽ കൊടുക്കേണ്ടത്. ഇത് എഴുതിയത് ക്ലിയർ ആണോ? ഇൻറ്റു 100. ഇത് എഴുതിയത് ക്ലിയർ ആണോ? 88 നമ്മളോട് Clear പറഞ്ഞ ആണ് sir. മൺഡേയിലുള്ള സ്പീഡിനേക്കാൾ എത്രയാണ് ഇത് കുറവ്? അങ്ങനെയാണെങ്കിൽ രണ്ടെണ്ണം തമ്മിലുള്ള ഡിസ്റ്റൻസ് എടുക്കുക. 88 മൈനസ് 85 ആ ഡിസ്റ്റൻസ് ആണ്. ദെൻ ഡിവൈഡഡ് ബൈ 88 ഇൻറ്റു 100. നമ്മൾ എക്സാം ആളിൽ ഒരിക്കലും ഇങ്ങനെ എഴുതാൻ നിൽക്കരുത്. ഈ സ്റ്റെപ്പ് ഒഴിവാക്കണം. എക്സാം ആളിൽ ഈ സ്റ്റെപ്പ് നമുക്കറിയാലോ. 88-ന് 85 കുറച്ച 3 ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഈ സ്റ്റെപ്പ് എഴുതിയിട്ട് ടൈം കളയരുത്. എക്സാം ആളിൽ ഒറ്റയടിക്ക് തന്നെ എഴുതുക. 3 ഡിവൈഡഡ് ബൈ 88 ഇൻറ്റു 100 ആണ്. ഈ 88-ന്റെ 10% എത്രയാ? ഒന്ന് പറഞ്ഞോട്ടെ. 88-ന്റെ 10% ഒന്ന് ടൈപ്പ് ചെയ്യണേ.
88ന്റെ 10% എത്രയാ? സ്പീഡാക്കണേ, ടൈം കുറെ പോകുന്നുണ്ട്. 88ന്റെ 10% 8.8. എൻ്റെ 88ന്റെ 1% എത്രയാ? 0.88 അല്ലേ? ആണല്ലോ. ഓക്കെ, നമുക്ക് ഇവിടെ എത്രയേ ഉള്ളൂ? ആകെ 3 ഉള്ളൂ. 3 വരുന്നുള്ളൂ. ഇവിടെ 88ന്റെ 10% എന്ന് പറയുന്നത് 1% എന്നാൽ 0.88 ആണ്. 0.88 ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ 188 പോയിന്റ് ഇല്ലാത്ത രൂപത്തിലൊന്ന് മൾട്ടിപ്ലൈ. 1 8 8 2 8 16 3 8 20 എത്ര വരിക? 3 8 24. 24. അപ്പൊ 24 എന്ന് പറയുന്നത് 2.4 വരിക അല്ലേ? ഇനി അടുത്തൊരു 8 കൂട്ടുമ്പോൾ 3നേക്കാൾ വലുതാവോ ചെറുതാവോ? അടുത്തെന്ന് പറഞ്ഞാൽ 32, അതോ 3.2? അത് 32. 3നേക്കാൾ വലുതാണോ ചെറുതാണോ? വലുത്. ഷുവറായിട്ട് നമുക്ക് പറയാം. ഇവിടെ ഓപ്ഷൻ നോക്കുക. നമ്മൾ എത്ര വട്ടം മൾട്ടിപ്ലൈ ചെയ്തപ്പോ ആണ് 2.4 കിട്ടിയ? 3 വട്ടമല്ല. അപ്പൊ ഇവിടെ തരുന്ന ഓപ്ഷൻ നമ്മൾ നോക്കുക. 3 വരുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നതാ. എന്തായാലും 3നേക്കാളും വലുത് പോകൂല. 3നേക്കാളും വലുത് എന്തായാലും നമുക്ക് ആൻസർ വരൂല. അപ്പൊ 3 പോയിന്റ് സംതിങ് ആണ് ആൻസർ വരേണ്ടത്. ഇത് വളരെ ഈ ഓപ്ഷൻ ഇങ്ങനെ തന്നുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നത്. പോയിന്റ് ക്ലിയർ ആണോ പറഞ്ഞേ? ക്ലിയർ ആണ് സർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മൾ ചടപടന്ന് പറഞ്ഞു പോവാണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ കൃത്യമായിട്ട് അത് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് ഇത് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ട്രെയിൻ ഡി ആണ് തന്നിട്ടുള്ളത്. ട്രെയിൻ ഡി. നമ്മൾ അത് എക്സാം ഹാളിൽ നമ്മളെ ആൻസർ ഷീറ്റിൽ നമ്മൾ എഴുതുക വർക്കൗട്ടിന്റെ. എന്നിട്ട് പറയാണ് ഈ ട്രെയിന് 150 കിലോമീറ്റർ മോർ ദാൻ മൺഡേ. അപ്പൊ ഇതിന്റെ പിന്നെ മൺഡേയിലുള്ള ഡാറ്റ നമുക്ക് അവൈലബിൾ അല്ലല്ലോ. 150 കിലോമീറ്റർ ആണ് മോർ ദാൻ മൺഡേ ദാൻ തേഴ്സ്ഡേ. അപ്പൊ തേഴ്സ്ഡേനേക്കാളും സ്പീഡിൽ തേഴ്സ്ഡേ എത്രയാണോ യാത്ര ചെയ്തത് അതിനേക്കാളും 150 കിലോമീറ്റർ കൂടുതൽ യാത്ര ചെയ്തിട്ടുണ്ട്. നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് അറിയാം. ഡിസ്റ്റൻസ്. ഓക്കെ, ഡിസ്റ്റൻസുമായി ബന്ധപ്പെട്ട് നമ്മൾ അവിടെ വെക്കുക. 2 ട്രെയിനാണ് ഉള്ളത്. ട്രെയിന് 2 ദിവസമുള്ള, ഒന്ന് മൺഡേ ഉണ്ട്, എം ഷോർട്ടാക്കി ചെയ്താണ് മൺഡേ, ദെൻ തേഴ്സ്ഡേ, TH എഴുതി. ഇനി ദാൻ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ടെങ്കിൽ ദാൻ, അപ്പൊ ഏതാണ് ദാൻ കഴിഞ്ഞിട്ട് വരുന്നത്? തേഴ്സ്ഡേ അല്ലേ? അത് നമ്മൾ എക്സ് ആക്കി ഇടുക. ദാൻ വന്നിട്ട് വരുന്നതിനെ എക്സ് ആക്കി ഇടുക. നമ്മൾ എക്സ് കിലോമീറ്റർ ആണ് പോകുന്നെങ്കിൽ, 1 കിലോമീറ്റർ ആണ് നമ്മൾ പോകുന്നെങ്കിൽ, ആ 1 കിലോമീറ്ററിൽ നിന്നും 150 കിലോമീറ്റർ എക്സ്ട്രാ ആണ് മൺഡേ സഞ്ചരിക്കുന്നത്. മനസ്സിലാക്കണേ? ദാൻ പറഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ പറയാം തേഴ്സ്ഡേനേക്കാളും കൂടുതൽ 150 കിലോമീറ്റർ ആണ് മൺഡേ സഞ്ചരിക്കുന്നത് ട്രെയിൻ ഡി. അങ്ങനെയാണെങ്കിൽ തേഴ്സ്ഡേ എക്സ് ആണ് സഞ്ചരിക്കുന്നെങ്കിൽ മൺഡേ എക്സ് പ്ലസ് 150. എക്സിനെ നമ്മൾ ഒന്നായിട്ട് വെറുതെ വായിക്കുക. പക്ഷെ ചെയ്യുമ്പോൾ നമ്മൾ എക്സ് തന്നെ എഴുതി വെക്കുക, കാരണം പ്രോബ്ലം ചെയ്യുമ്പോൾ തെറ്റിപ്പോ. അപ്പോൾ 1 കിലോമീറ്റർ ആണ് തേഴ്സ്ഡേ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ 1 + 150 ആണ് ഇവിടെ യാത്ര ചെയ്യുന്നത്. അപ്പൊ എക്സ് പ്ലസ് 150. ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ. യെസ്. ഇനി ബാക്കി വായിക്കുക. ടൈംസ് ടേക്കൺ ബൈ ദ ട്രെയിൻ. മൺഡേയും തേഴ്സ്ഡേയും, മൺഡേ 5 hours ആണ് എടുക്കുന്നത്, തേഴ്സ്ഡേ 4 hours ആണ് എടുക്കുന്നത്. അത് നമ്മളിപ്പം തൊടേണ്ട ആവശ്യമില്ല. ഇഫ് ദ ആവറേജ് സ്പീഡ് ഓഫ് ദിസ് ട്രെയിൻ, ഈ ട്രെയിനിന്റെ ആവറേജ് സ്പീഡ് ഓൺ മൺഡേ, മൺഡേയിലുള്ള ആവറേജ് സ്പീഡ് 15 km/h മോർ ദാൻ ഓൺ തേഴ്സ്ഡേ. അപ്പൊ സ്പീഡ് നമുക്ക് ഇതേപോലെ നേരത്തെ പറഞ്ഞ പോലെ സ്പീഡ് മൺഡേ ഉണ്ട്, തേഴ്സ്ഡേ ഉണ്ട്. എവിടെയാണ് എക്സ് കൊടുക്കണ്ടേ? മൺഡേയില് എക്സ് കൊടുക്കും. ഏടാ നോക്കിടാ. ദാൻ ദാറ്റ് ഓൺ തേഴ്സ്ഡേ. ഈ ദാൻ ദാറ്റ് ഓൺ കഴിഞ്ഞതിന് ശേഷമുള്ളതിനാണ് നമ്മൾ എന്ത് കൊടുക്കണ്ടേ? എക്സ് എക്സ്. കൊടുക്കണ്ടേ? ഓക്കെ, ദാൻ ദാറ്റ് ഓൺ എന്നുള്ളത് എക്സ് കൊടുക്കുക. ദെൻ തേഴ്സ്ഡേയിൽ നമ്മളെ ആവറേജ് സ്പീഡ് എക്സ് ആണ്, ഒന്നാണെങ്കിൽ അതിനേക്കാളും 15 കിലോമീറ്റർ ആണ് ഇവിടെ സ്പീഡ് കൂടുതൽ. അങ്ങനെയാണെങ്കിൽ മൺഡേ എക്സ് പ്ലസ് 15. ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ. ഓക്കെ,
ഇത്ര എഴുതാൻ കിട്ടിയില്ലെങ്കിൽ ബാക്കി ഇവിടെ ഞാൻ ഇവിടെ ചെയ്തു വെച്ചതിൽ തന്നെ പറഞ്ഞുതരാൻ പോവുകയാണ്. ഇവിടെ എഴുതി വെച്ചതേ ഉള്ളൂ. തേഴ്സ്ഡേ നമ്മൾ എക്സ് എടുത്തു. ഡബിൾ എക്സ് നോക്കല്ലേ, ഒരു എക്സേ ഉള്ളൂ. ഇവിടെ സ്പീഡ് നമ്മൾ എന്താ മണ്ടേന്റെ സ്പീഡ് എക്സ് പ്ലസ് 15 എഴുതി. ഇവിടെ എഴുതിയ സാധനമാണ് ഇതാ, എക്സ് പ്ലസ് 15 അത് എഴുതി. ഇനി മണ്ടന്റെ സ്പീഡ് കിട്ടണമെങ്കിൽ മണ്ട എത്ര ഇത് ടൈം നോക്കണേ. എക്സ് പ്ലസ് 50 മണ്ടന്റെ സ്പീഡാണ്. ഒരു അവറിൽ എത്ര ടൈം ഓടിയിട്ടുണ്ട് മണ്ടേ വണ്ടി? 5 hours അല്ല അല്ല. ആ മണ്ടന്റെ സ്പീഡ് എത്ര? എക്സ് പ്ലസ് 50. ഓക്കെ, എത്ര ടൈം ഓടിയിട്ടുണ്ട്? ഇങ്ങനെ എക്സ് പ്ലസ് 50 വന്നുകൊണ്ടാണ് നമ്മൾ ബ്രാക്കറ്റിൽ ഇടുന്നത്. 5 hours ആണ് ഓടിയത്. ക്ലിയർ ആണല്ലോ? clear ആണ്. ഓക്കെ, നമ്മൾ ഇവിടെ ഓടിയത് എത്രയാ? ഇതിന്റെ സ്പീഡ് എത്രയാ? 4 hours. തേഴ്സ്ഡേന്റെ സ്പീഡ് എക്സ് ആണ്. 4 X. hours ആണ് ഓടിയത്. 4x. 4 into x 4x. കിട്ടിയല്ലോ? ആ കിട്ടി. ഓക്കെ, ഇനി നോക്കിക്കോ. ഇത് നമ്മളിത് സൊല്യൂഷനിലേക്ക് എഴുതാണ്. 5 into x plus 50 ഈക്വൽ ടു, ഇങ്ങനെ എഴുതണമെന്നില്ല, ഞാൻ വേറൊരു മെത്തേഡ് പറഞ്ഞുതരാം. 5 into x plus 15 മൈനസ് 4x എന്നുവെച്ചാൽ ഇതിനേക്കാൾ ഇത് കൂടുതലാണെന്നാ പറഞ്ഞത്. ഏതിനേക്കാളും? നമ്മളോട് പറഞ്ഞത് മൺഡേയിലുള്ള സ്പീഡ് ഏതിനേക്കാളും കൂടുതലാണ്? തേഴ്സ്ഡേനുള്ളതിനേക്കാൾ Thursday. സ്പീഡ് കൂടുതലാണ്. എത്ര സ്പീഡ് കൂടുതലാണ്? 150 കിലോമീറ്റർ ആണ് കൂടുതൽ. അപ്പോ ഈ 150 കിട്ടണമെങ്കിൽ മണ്ടന്റെ സ്പീഡിൽ നിന്നും 4x മൈനസ് ചെയ്താൽ കിട്ടും. മണ്ടന്റെ സ്പീഡ് ഇതാണ്. ആ സ്പീഡിൽ നിന്ന് 4x മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് 150 കിലോമീറ്റർ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഡിസ്റ്റൻസ് ആണ്. നമ്മളിവിടെ സ്പീഡ് എഴുതി വെച്ചു. ഡിസ്റ്റൻസ് ഇട്ടാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം അല്ലേ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. Time. ഓക്കെ, അപ്പോൾ മണ്ടന്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ മണ്ടന്റെ സ്പീഡ് എടുത്ത് തന്നിട്ടുണ്ട് എക്സ് പ്ലസ് 50 ഇൻറ്റു ടൈം. ടൈം ഒരു 5 ആണ്. അതിൽ നിന്ന് മറ്റേന്റെ എന്താണ്, നമ്മളെ തേഴ്സ്ഡേന്റെ സ്പീഡ് എക്സ് ആണ്. അതിന്റെ ഒക്കെ ടൈം മൾട്ടിപ്ലൈ ചെയ്തത് മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടേണ്ടത് 150 കിട്ടുമെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ ക്വസ്റ്റ്യനില്. ആ ഓക്കെ ആണ് വിചാരിക്കുന്നു. ഇനി ആദ്യം ഈ ബ്രാക്കറ്റിലുള്ളത് മൾട്ടിപ്ലൈ ചെയ്യാം. ഈ 5 കൊണ്ട് രണ്ട് സ്ഥലത്ത് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെയും മൾട്ടിപ്ലൈ ചെയ്യണം, ഇവിടെയും മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ 5 into x 5x പ്ലസ് അതേ ചിഹ്നം തന്നെ ഇടുക. അതേ ചിഹ്നം 75. 5 into 5 5 into 15 ആണ്. 5 into 15 75. 75. പിന്നെ മൈനസ് 4x ഇസ്കൽ ടു 150. ക്ലിയർ ആണല്ലോ? ഇനി ഇവിടെയുള്ള സംഖ്യ മാത്രം അങ്ങോട്ടേക്ക് മാറ്റുക. എന്നിട്ട് ഇവിടെയുള്ള സംഖ്യ നമ്മൾ സമത്തിന്റെ അപ്പുറം കൊണ്ടുപോകും. 5x നിന്ന് ഇത് മൈനസ് അല്ലേ, 4x മൈനസ് അല്ലേ. ആ. 5x നിന്ന് 4x പോയാൽ x കിട്ടും. One. കിട്ടിയില്ലേ? X equal അപ്പൊ to 150 75. നിന്ന് 75 പോയാൽ ഇപ്പുറത്തേക്ക് ഇതാ 150 ആണുള്ളത്. 75. ഇവിടെ പോസിറ്റീവ് ആണ് ഉള്ളത്. സമത്തിന്റെ അപ്പുറം പോകുമ്പോൾ ചിഹ്നം മാറും. പ്ലസ് ഉള്ളത് സമത്തിന്റെ അപ്പുറം Negative പോകുമ്പോൾ ആവും. മൈനസ് ആവും. 75. അപ്പൊ എത്രേ? x is 75. 155 മൈനസ് 75 is 75. ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണോ? Clear ആണ് sir. ഇനി നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. കാരണം തേഴ്സ്ഡേന്റെ സ്പീഡ് എത്രയാ? 75 kilometer. തേഴ്സ്ഡേന്റെ എക്സ് എത്രയാ? എക്സ് ആണ് നമ്മൾ എടുത്തത്, അതാണ് തേഴ്സ്ഡേ. ഓക്കെ, 75 kilometer. 75 നമുക്ക് കിട്ടി. 75 ആണ് എക്സ്. എത്ര അവേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്? എത്ര അവേഴ്സ് വണ്ടി ഓടുന്നുണ്ട്? ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത്. സ്പീഡ് നമുക്ക് കിട്ടി. തേഴ്സ്ഡേന്റെ സ്പീഡ് 75 ആണ്. ഓക്കെ, ആ. ഇവിടെ നമ്മൾ ഇവിടെ എഴുതിയിട്ട് ഇതാ Per തേഴ്സ്ഡേന്റെ. hour. ഓക്കെ, തേഴ്സ്ഡേന്റെ സ്പീഡ് ഞാനൊന്ന് കളർ മാറ്റാം. ഇവിടെ എക്സ് നമുക്ക് 75 കിട്ടിയില്ലേ? ഇനി എക്സ് 75 ആണ്. അങ്ങനെയാണെങ്കിൽ മണ്ടേന്റെ സ്പീഡ് 75 പ്ലസ് 15 എത്ര കിട്ടി? 19 കിട്ടിയില്ലേ? കിട്ടി കിട്ടിയാ? കിട്ടി.
അതാണ് ഇവിടെ കിട്ടി. കൊടുത്തിട്ടുള്ള തേഴ്സിന്റെ സ്പീഡ് നമുക്ക് 75 ഉണ്ട്. എത്ര അവേഴ്സ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത്? ഡിസ്റ്റൻസ് എസ് ഇൻറ്റു ടി ആണ് ഡിസ്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ 75 ഇൻറ്റു എത്ര അവേഴ്സ് യാത്ര ചെയ്തിട്ടല്ല? 4 അവേഴ്സ് ആണ്. അപ്പോൾ 4 4 ഇൻറ്റു hours. 75 300 അത് കിട്ടി. ദെൻ നമ്മൾക്ക് 19 ആണ് സ്പീഡ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഞാൻ കാണിച്ചു തന്നു 19 ആണ് സ്പീഡ്. അപ്പോൾ 19 ഇൻറ്റു 5 അവേഴ്സ് ആണ് യാത്ര 5 ചെയ്തിട്ടുള്ള 450. ഇത് രണ്ട് ടോട്ടൽ ചെയ്യും. നമ്മളോട് ചോദിച്ചത് മീൻ ഡിസ്റ്റൻസ് ആണ് ചോദിച്ചത്, അല്ലെങ്കിൽ ആവറേജ് ആണ് ചോദിച്ചത്. മീൻ എന്ന് പറഞ്ഞാൽ ആവറേജ് എന്നർത്ഥം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് സ്പീഡ് കൂട്ടുക, ദെൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം കിട്ടുന്നതാണ് ആവറേജ്. ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയോ. ഈ ക്വസ്റ്റ്യൻ കുറച്ചും കൂടി ഈസി ആണെന്ന് തോന്നുന്നു. ഫോർ ട്രെയിൻ എ. അപ്പൊ ട്രെയിൻ എ ഒന്ന് നോട്ട് ചെയ്യാം. ഇതേപോലെ തന്നെയാണ്, കുറച്ച് ചെയ്യാനുള്ള പ്രോബ്ലം തന്നെയാണ്. നമ്മൾ എക്സാം ഹാളിൽ ഇങ്ങനെ കുറേ ചെയ്യേണ്ട പ്രോബ്ലം വന്നാൽ അത് ലാസ്റ്റേക്ക് വിടുക കേട്ടോ. കാരണം എല്ലാത്തിനും കിട്ടും നമുക്ക് 2 മാർക്കാണ്. നോക്കുക. ഇഫ് ദ ആവറേജ് സ്പീഡ് ഓൺ മൺഡേ, അല്ല സാറ്റർഡേയിലുള്ള ആവറേജ് സ്പീഡ് ഈസ് 20% മോർ ദാൻ ദാറ്റ് ഓൺ വെനസ്ഡേ. അപ്പൊ നമ്മൾക്ക് ഇതാ 2 സ്പീഡാണ് തന്നിട്ടുള്ള. ഒന്ന് സാറ്റർഡേ ഉണ്ട്, വെനസ്ഡേ ഉണ്ട്. ഓക്കെ, ഏതിന് എക്സ് ആക്കി എടുക്കണം ഒന്ന് പറഞ്ഞോട്ടെ. ഒന്ന് ടൈപ്പ് ചെയ്യും. ഏതാണ് എക്സ് ആക്കി എടുക്കേണ്ടത്? സാറ്റർഡേ സ്പീഡാണോ എക്സ് ആക്കി എടുക്കേണ്ടത്, അല്ലെങ്കിൽ വെനസ്ഡേന്റെ സ്പീഡാണോ? വെനസ്ഡേ. ക്ലിയർ ആണല്ലോ. ഈ ദാൻ ദാറ്റ് ഓൺലിന്റെ ശേഷമുള്ളതിനാണ് എക്സ് ആക്കി എടുക്കേണ്ടത്. അപ്പൊ എക്സ് ഇത് കൊടുത്തു. ഓക്കെ, എത്ര ശതമാനം കൂടുതലാ? 100% നമ്മൾ പറയാം. 100 പ്ലസ് 20 എത്രയായി? 120 ആയില്ലേ? 120. 120% ആണ് ഇവിടെ കൂടുതൽ. നമ്മൾ അങ്ങനെ 120 എഴുതാറില്ല. നമ്മൾ 10ലേക്ക് കൺവേർട്ട് ചെയ്യുക ചെയ്യാം. 10ലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1.2 ആ കിട്ടുക. 1ലേക്ക് കൺവേർട്ട് ചെയ്യുക, 10ലേക്കല്ല, 1ലേക്കാണ് കൺവേർട്ട് ചെയ്യുക. ഓക്കെ, 10ലേക്ക് കൺവേർട്ട് ചെയ്യല്ല ചെയ്യാം, 1ലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ 1ലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 2 പോയിന്റ് മാറി കുത്തിയാൽ മതി. അത്രേ ഉള്ളൂ. 120 നമുക്ക് ഇവിടെ കിട്ടിയില്ലേ? ആ 1ലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് നമ്മൾ പോയിന്റ് മാറി കുത്തുക. നിങ്ങൾ ChatGPT ഒക്കെ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു എഴുതിയിട്ടുണ്ടാവുക 1.2x. ഇത് കിട്ടിയത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? ഒന്നും കൂടി ശരിക്കും പറ സാറേ. വെനസ്ഡേയിൽ യാത്ര ചെയ്യുന്ന സ്പീഡ് 100%. ദെൻ അതിനേക്കാളും 20% കൂടുതൽ യാത്ര ഓക്കെ. ചെയ്യുന്നത്, പ്ലസ് 20. അപ്പൊ എത്ര കിട്ടി? 120 കിട്ടി. ഓക്കെ, 120 കിട്ടും. ആ ഈ 120നെ നമ്മൾ 1ലേക്ക് കൺവേർട്ട് ചെയ്യുന്നു, 1ലേക്ക് മാറ്റുന്നു. 1ലേക്ക് മാറ്റുക എന്ന് പറഞ്ഞാൽ 2%, 2 സ്ഥാനം മാറി കുത്തി കൊടുത്താൽ മതി. അപ്പോൾ 120ന് 2 സ്ഥാനം മാറി കുത്തുമ്പോൾ 1.2 കിട്ടും. ഈ പോയിന്റിന് ശേഷം വരുന്ന സീറോക്ക് പ്രത്യേകം എന്താണില്ല, വാല്യൂ ഇല്ല. അപ്പോൾ 1.2 കിട്ടും. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് 220 ആണ് നമുക്ക് കിട്ടിയെങ്കിൽ ഇതിന്റെ 1ലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 2.2 കിട്ടും. നമുക്ക് 2% മാറ്റി കുത്തിയാൽ. ഓക്കെ, 140 കിട്ടിയെങ്കിലോ 1.4 ആവും. ഓക്കെ, 1.4. 80 ആണെങ്കിലോ 2 സ്ഥാനം മാറ്റുക, കുത്തുക, 0.8 കിട്ടും. പോയിന്റ് ക്ലിയർ ആണ്? 0.8. ക്ലിയർ അല്ല? ക്ലിയർ ആയി സർ. Okay. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ 1.2 ഇതെടുത്തു. ഇതും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നേ. ക്ലിയർ ആയി സർ. ഉള്ളൂ. ഇനി നോക്കിക്കോ. ദ മീൻ ഓഫ് ദ ആവറേജ് സ്പീഡ് ഓവറോൾ ദ 6 days. 6 daysലെ ആവറേജ് സ്പീഡ് നമുക്ക് തന്നിട്ടുണ്ട് 67 km/h. ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം. ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് എന്താ? ആവറേജ് സ്പീഡ് ആവറേജ് ടോട്ടൽ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം അല്ലേ? ടോട്ടൽ ടൈം. ടോട്ടൽ ടൈം. നമുക്ക് ആവറേജ് സ്പീഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ടോട്ടൽ സ്പീഡ് കണ്ടെത്താൻ പറ്റുമോ? ആവറേജ് സ്പീഡ് 67 is equal to ഇത് ചെയ്താ നമുക്ക് ആവറേജ് ഇവിടെ 67 കിട്ടിയ. സാധാരണ 67 ഡിവൈഡഡ് ബൈ 6 അല്ലേ ഇവിടെ ഉള്ള? 6 ദിവസം അല്ലേ ഉള്ള? നോക്കിയേ, 6 ദിവസം ഡിവൈഡഡ് ബൈ 6 വരിക. ഓക്കെ, ഇതാണ് ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്തത്. ഓക്കെ, നമുക്ക് ഇവിടെ ആവറേജ് സ്പീഡ് ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട്. അതോ സോറി 67 അല്ല, എത്രയോ ഡിവൈഡഡ് ബൈ ഇതാ വരിക. നമുക്ക് നോക്കണം, ഒരു മിനിറ്റ് ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം.
67 is equal to ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ സ്പീഡാണ്. ഓക്കെ, ടോട്ടൽ ടൈമാണ്. ഓക്കെ, അല്ലെങ്കിൽ ടോട്ടൽ ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ഓക്കെ, ടോട്ടൽ ടൈം നമ്മൾ ഇവിടെ 6 ദിവസമാണ് ടോട്ടൽ ടൈം ആയിട്ട് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ oh, ഇത് തന്നിട്ടില്ല, ഈ സാധന തരാതെ, ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് നമുക്ക് തരാതെ. പക്ഷെ ഇവിടെ 67 ആവറേജ് സ്പീഡ് തന്നിട്ടുണ്ട്, ടൈം നമുക്ക് എത്ര തന്നിട്ടുണ്ട്, 6 ദിവസമാണെന്ന് തന്നിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഈ മുകളിലുള്ള സാധനം കാണാൻ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞ നമ്മള്? ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം എക്സിനെ എന്നല്ല അവിടെ പറഞ്ഞത്. നിർത്തിയിട്ട് എക്സിന്റെ മൾട്ടിപ്ലൈ ചെയ്യാം. ഇത് രണ്ടിനും 16 മൾട്ടിപ്ലൈ 67 ചെയ്തണമെന്നല്ല കൊണ്ട്. പറഞ്ഞേ, ഈ ആ രണ്ടെണ്ണത്തിന്. ഓക്കെ, അതാണ് ഇവിടെ ചെയ്തത്. 67 ഇൻറ്റു 6, അതാണ് 402 എന്ന്. ഇത് ക്ലിയർ ആണ് പറയണേ? ക്ലിയർ ആണ് സർ. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന സാധനം എന്ന് പറയുന്നത്, ഇവിടെ തന്നത് ഇത് 402 ടോട്ടൽ സ്പീഡ്. ഓക്കെ ആണല്ലോ, 402 ടോട്ടൽ സ്പീഡ്. നമുക്ക് ഇവിടെ കിട്ടാതെ 2 സ്പീഡ്, ഇവിടെ 2 ബാക്കിയുള്ളൂ. ബാക്കിയെല്ലാം ഓൾറെഡി നമുക്ക് തന്നിട്ടില്ലേ? ഇല്ല, ഓ തന്നിട്ടില്ല. അപ്പോൾ അതെല്ലാം ഒന്ന് ടോട്ടൽ ചെയ്യാം. എന്നിട്ട് ഈ ടോട്ടലിൽ നിന്ന് നമ്മൾ ടോട്ടൽ സ്പീഡ് ഓരോ ദിവസം നമുക്ക് തന്നത് മൊത്തം ടോട്ടൽ ചെയ്യാം. ഓക്കെ, അത് ടോട്ടൽ ചെയ്യുമ്പോൾ 270 കിട്ടിയിട്ടുണ്ട്. ആ 270 നിന്ന് നിങ്ങൾ എന്ത് ചെയ്യാം? ആ 270 402 മൈനസ് ചെയ്യാം. എന്തിനാ മൈനസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, മൈനസ് ചെയ്യാൻ മൊത്തം അങ്ങനെ ചെയ്യാം, ഉള്ള അല്ലെങ്കിൽ 2 നമുക്ക് ഇതാ. സ്പീഡ് കിട്ടാൻ വേണ്ടി. ഓക്കെ, 402 അത് മൈനസ് ചെയ്ത് നോക്കിയാ, ഇവിടെ ഉള്ളത് ഒന്നും കൂടി എളുപ്പമാക്കാനാണ് ഞാൻ പറയുന്നത്. 402 നിന്ന് 202 മൈനസ് ചെയ്യാം, അല്ല 270 മൈനസ് ചെയ്യാം. 200 എത്ര കിട്ടും? 132 കിട്ടും. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണ് 402 സർ. 270 മൈനസ് ചെയ്യാം, അതാണ് 132. ഓന് ക്ലിയർ അല്ല? ക്ലിയർ ആയി ഇനി സർ. നമുക്ക് ഇവിടെ 2 സാധനം നമുക്ക് തന്നിട്ടില്ല. ഇതാ, ഈ വെനസ്ഡേന്റെ സ്പീഡ് തന്നിട്ടില്ല. വെനസ്ഡേന്റെ സ്പീഡ് എത്ര നമ്മൾ എടുത്തേ? എക്സ് എടുത്തേ. സാറ്റർഡേന്റെ സ്പീഡ് എത്ര എത്തിയ? 1.2x അല്ല. അപ്പോ എക്സും 1.2x കൂട്ടിയാൽ 2.2x അല്ലേ കിട്ടുക? ആ അല്ലേ? ആ അതാണ്, സർ. ഇതാണ് 132. കാരണം ബാക്കി എല്ലാ ദിവസത്തെ സ്പീഡ് 270 ടോട്ടൽ സ്പീഡിൽ നിന്ന് 270 മൈനസ് ചെയ്തപ്പോൾ സാറ്റർഡേന്റെയും വെനസ്ഡേന്റെയും മൊത്തത്തിലുള്ള സ്പീഡ് 132 നമുക്ക് കിട്ടി. ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ. ഇനി എക്സ് എങ്ങനെ കണ്ടുപിടിക്കും? എക്സ് ഈസ്കൽ ടു 132 ഡിവൈഡഡ് ബൈ 2.2. ഈ 2.2 എങ്ങനെ കണ്ടുപിടിക്കാം? നിങ്ങളെ പോയിന്റ് വന്നാലില്ലേ, ഒരു ഭയങ്കര ഇങ്ങനെ പോയിന്റ് കുറച്ചാൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. പോയിന്റ് വന്നാൽ എത്ര സ്ഥാനം കഴിഞ്ഞിട്ടാണ്, പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സ്ഥാനം ഉണ്ട് നോക്കാം. പോയിന്റ് കഴിഞ്ഞിട്ട് ഇവിടെ എത്ര സ്ഥാനമുള്ള? ഒരു സ്ഥാനമുള്ള. അതിനനുസരിച്ചിട്ട് മേലെ ഒരു 0 ഇട്ട് കൊടുക്കുക, ഇവിടെ 22 ആക്കുക. ഓക്കെ, 22. എന്നിട്ട് കണക്ക് ചെയ്യാം. പോയിന്റ് ക്ലിയർ ആണല്ലോ? ഇവിടെ 22 ആക്കാം. എന്നിട്ട് കണക്ക് ചെയ്ത് നോക്കിയാൽ 22-ൽ 11 എത്ര വട്ടം പോകും? 2 വട്ടം പോകും. 13-ൽ 11 ഒരു വട്ടം. ഞാൻ വേറെ കളർ യൂസ് ചെയ്യാം. 60. 13-ൽ 11 ഒരു വട്ടം. ഓക്കെ, ബാക്കി എത്ര ബാക്കിയുണ്ട്? 2 ബാക്കിയുണ്ട്. 22-ൽ 11 2 വട്ടം, 120. 120 ഡിവൈഡഡ് ബൈ 2. ഈസി അല്ല ഇങ്ങനെ ചെയ്യാൻ. മറ്റേത് ഫ്രാക്ഷൻ വെച്ച് നിങ്ങൾ പോയിന്റ് വെച്ചിട്ട് കുറെ കളിക്കരുത്. 60 കിട്ടിയില്ലേ? കിട്ടി സർ. ഓക്കെ, 60 ഏത് ദിവസത്തെ സ്പീഡ്? 60 എക്സിന്റെ വാല്യൂ ആണ് 60. അപ്പോൾ ഏതാണ് എക്സ് നമ്മൾ സ്പീഡ് എടുത്തത്? വെനസ്ഡേന്റെ ആണ് 60. സ്പീഡ് വെനസ്ഡേ. ആ, 60 വെനസ്ഡേന്റെ സ്പീഡ്. അങ്ങനെയാണെങ്കിൽ മറ്റേതിന്റെ സ്പീഡ് എത്രയാ? 1.2 ഇൻറ്റു 60 ഇൻറ്റു ചെയ്യണ്ടേ? അത് എത്ര കിട്ടും? 72 കിട്ടുക. 321. നിങ്ങൾക്ക് ഇനി അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ 132 60 കുറച്ചാൽ മതി. രണ്ട് കോമൺ അല്ലേ നമുക്ക് ഇവിടെ? 132 എന്ന് പറഞ്ഞാൽ 2 ദിവസത്തെ സ്പീഡാണ്. വെനസ്ഡേന്റെയും തേഴ്സ്ഡേന്റെയും സ്പീഡ് കൂടിയിട്ടാണ് 132 കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ 132 മൈനസ് 60 ചെയ്താലും നമുക്ക് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് 1.2 ഇൻറ്റു 60 ചെയ്താലും ആൻസർ കിട്ടും, 72 കിട്ടും. നമ്മളിവിടെ ചോദ്യം ചോദിച്ചത് എന്താ?
വാട്ട് ഈസ് ദ ആവറേജ് സ്പീഡ് ഓൺ സാറ്റർഡേ? സാറ്റർഡേയുടെ സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയാണ് 72 കിട്ടിയത്. ക്ലിയർ ആണോ? clear ആയി sir. ഇനി അടുത്തത് സ്പീഡാക്കി പറയാൻ നോക്കാം. കുറച്ച് ടൈം എടുക്കുന്നുണ്ട്, ആദ്യമായിട്ടായതുകൊണ്ടാണ്. ഇത് നമ്മൾ പറഞ്ഞു. ഇനി ഈ ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഈ ക്വസ്റ്റ്യൻ നമ്മളോട് പറയുന്നത് ഏത് ട്രെയിനിനെ കുറിച്ചിട്ടാണ്? ട്രെയിൻ ഇനെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമ്മളോട് പറയുന്നുണ്ട് റേഷ്യോ ആണ് തന്നിട്ടുള്ളത്. എന്താ റേഷ്യോ? സാറ്റർഡേയും സൺഡേ ഫ്രൈഡേയും ഉള്ള സ്പീഡിന്റെ റേഷ്യോ. എന്നിട്ട് നമ്മളോട് ചോദിക്കുന്ന ആവറേജ് സ്പീഡ് ഓൺ സാറ്റർഡേ ഈസ് ഡാഷ് പെർസെൻറ്റേജ് മോർ ദാൻ. ഒരു റേഷ്യോ തന്നിട്ട് നമ്മളോട് ഇങ്ങനെ ചോദിക്കുകയാണ് എത്ര പെർസെൻറ്റേജ് മോർ ദാൻ ആണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആദ്യം ന്യൂമറേറ്ററിൽ കൊടുക്കുക. വേറെ ഒന്നും കണ്ടുപിടിക്കാൻ പോകരുത്. കുറെ കണ്ടുപിടിച്ചിട്ട് വന്നാലും ആൻസർ ഇതാ കിട്ടുക. ഇവിടുന്ന് നമുക്ക് ലോജിക്കലി പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഇത് പ്രോബ്ലം ആണിത്. എത്രയാണ് റേഷ്യോ എന്ന് ചോദിച്ചാൽ റേഷ്യോ തന്നിട്ട് എത്ര സ്പീഡ് കൂടുതലാണ് എത്ര സ്പീഡ് കുറവാണെന്ന് ചോദിച്ചാൽ ആദ്യം ചെയ്യേണ്ട പരിപാടി ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക. ഡിഫറൻസ് എത്രയാ? 5ഉം 3ഉം തമ്മിലുള്ള ഡിഫറൻസ് 2. 2. ഇനി ദാൻ കഴിഞ്ഞിട്ട് നോക്കിയേ. ദാൻ ഫ്രൈഡേ. ദാൻ ഓൺ ഫ്രൈഡേ. ഫ്രൈഡേന്റെ പ്രൊപ്പോർഷൻ എത്രയാ? സാറ്റർഡേ 5 കിലോമീറ്റർ ഓടുന്നുണ്ടെങ്കിൽ ഫ്രൈഡേ 3 കിലോമീറ്റർ ഓടുന്നുള്ളൂ എന്ന് അതിന്റെ അർത്ഥം. അപ്പോ ദാൻ Yes. കഴിഞ്ഞിട്ടുള്ളത് ഡിനോമിനേറ്ററിൽ കൊടുക്കുക. അത് നേരത്തെ നമ്മൾ പറഞ്ഞതാ. പെർസെൻറ്റേജ് മോർ ദാൻ ലെസ് ദാൻ ഒക്കെ വന്നാൽ മോർ ദാനിന് ശേഷം വരുന്നത് ഡിനോമിനേറ്ററിൽ കൊടുക്കുക. ഇൻറ്റു പെർസെൻറ്റേജിലേക്കല്ല വേണ്ടേ, പെർസെൻറ്റേജ് ആയതുകൊണ്ട് ഇൻറ്റു 100. Into 100. നമുക്ക് 100നെ 3 വട്ടം വെട്ടിയാൽ നമുക്ക് 33.33 ആ കിട്ടുക. ഓക്കെ, അത് 2 വട്ടം മൾട്ടിപ്ലൈ ചെയ്താൽ 66.66 ആ കിട്ടുക. ഓക്കെ, അവിടെ 66.66 വരുന്ന ഒറ്റൊരു സാധനം ഉണ്ടാവും. അതിനെ നമ്മൾ മാറ്റി എഴുതുന്നേ ഉള്ളൂ, 2.3 എന്ന് എഴുതുന്നേ ഉള്ളൂ. ക്ലിയർ ആണോ? Clear ആയി sir. Okay. ലാസ്റ്റ് ഒന്നുകൂടി പറയാം. ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. ഇനി ഇവിടെ ഇഫ് ദ മീൻ ഓഫ് ദ ആവറേജ് സ്പീഡ് ഓഫ് ട്രെയിൻ സി ആണ് തന്നിട്ടുള്ള ആവറേജ് സ്പീഡ് ഓഫ് ഓൾ 6 ഡേയ്സ്, എല്ലാ 6 ഡേയിലും ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് 25% ലെസ് ദാൻ ആവറേജ് സ്പീഡ് ഓഫ് ട്രെയിൻ ഡി ഓൺ സാറ്റർഡേ. സാറ്റർഡേയിലുള്ള ട്രെയിൻ ഡിന്റെ സ്പീഡ് എത്രയാ? ട്രെയിൻ ബിന്റെ സ്പീഡ് 19 ആണ്. അപ്പൊ നമുക്ക് രണ്ട് സാധനം ഇവിടെ തന്നിട്ടുള്ള ട്രെയിൻ സി തന്നിട്ടുണ്ട്. ട്രെയിൻ സിന്റെ മൊത്തത്തിലുള്ള സ്പീഡാണ്. അപ്പൊ മൊത്തത്തിലുള്ള സ്പീഡ് നമ്മൾ സി തന്നെ എഴുതി. പിന്നീട് ബിന്റെ സ്പീഡാണ്. ബിന്റെ ഏത് ദിവസത്തിലുള്ള സ്പീഡ്? സാറ്റർഡേയുള്ള സ്പീഡ്. സാറ്റർഡേ സ്പീഡ് എത്രയാ? 19 ആണ് അല്ലേ? ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തന്നിട്ടില്ല, 19 തന്നിട്ടുണ്ട്. അതിന്റെ 19ന്റെ എത്ര ശതമാനം കുറവാന്നാ പറഞ്ഞേ? എത്ര ശതമാനം? 25%. 25% കുറവാണ്. അപ്പോൾ 19ൽ നിന്ന് 25% കുറയ്ക്കുക വേണ്ടേ. 19 മൈനസ് 25% കുറച്ചാൽ മതി. അല്ലെങ്കിൽ നമുക്ക് എത്ര എന്താ 100 ആണ് പെർസെൻറ്റേജ്. 25 കുറച്ചാൽ എത്ര കിട്ടും? 75 കിട്ടുക. ഓക്കെ, ഈ 75നെ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താലും മതി. അല്ലെങ്കിൽ നമ്മൾ ഈസി ആയിട്ട് 19ന്റെ